ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു. ചാൻസ് വിറ്റ്നസ് എന്ന് കോടതി വിലയിരുത്തൽ. തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് K മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്ന് മുരളീധരൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. ചാലക്കുടിയിലെ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തത്. നിതിന്റെ അറസ്റ്റ് തടഞ്ഞ് CPM രംഗത്തെത്തിയിരുന്നു. ഇയാളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിൽ നിന്ന് നിതിൻ രക്ഷപ്പെട്ടു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. വിജയാഹ്ലാദത്തോടെ പ്രകടനം നടത്തിയ പ്രവർത്തകർ മടങ്ങുന്നതിനിടയിലാണ് പോലീസ് ജീപ്പിൻ്റെ മുൻവശത്തെ കണ്ണാടി അടിച്ചു തകർത്തത്. പിന്നീട് പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്നലെ മുതൽ ITIക്ക് മുന്നിലെ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസുകാർ ജീപ്പിലിരിക്കെയാണ് പ്രവർത്തകർ ജീപ്പിന് മുകളിൽ വരെ കയറി അക്രമം അഴിച്ചുവിട്ടത്. പിന്നാലെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന് ശേഷം നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയപ്പോൾ CPM പ്രവർത്തകർ ചേർന്ന് തടഞ്ഞിരുന്നു. എന്നാൽ പോലീസുകാർ വിട്ടില്ല. ബലം പ്രയോഗിച്ച് നിതിൻ പുല്ലനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമടക്കം കേസെടുക്കുമെന്നാണ് വിവരം. ഇന്നു തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിനൊരു ഗുണവും ഉണ്ടായില്ല. ഇതൊരു രാഷ്ട്രീയ വ്യായാമമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത്. കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധവുമുണ്ട്. കാരണം കഴിഞ്ഞ 14 ജില്ലകളിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ്. ഒരു വ്യക്തിക്കും ഈ സദസ്സ് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല. ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സ് എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാതെ കേരളത്തിന് ഈ സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി? ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്? ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിലൊരു ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ചു. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സ്വദേശി
ചങ്ങരകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മണിയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹരിദാസൻ നായരുടെ സുഹൃത്ത് സുരേഷിന്റെ വീട്ടിലാണ് കൊലപാതകം നടന്നത്. ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മനയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാലിൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസ് നായരെ മരിച്ച നിലയിൽ കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടത്. കഴുത്തിൽ വെട്ടേറ്റ നിലയിലാണ്. മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കേസിലെ 2ാം പ്രതി മിഥുൻ സംഭവ സമയത്ത് മൈനറായിരുന്നതിനാൽ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോടതി വിധി പറഞ്ഞത്. തൃശൂർ 4ാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി രജനീഷാണ് എടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ്, പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ്, വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന AR ശ്രീകുമാർ, നേതാക്കളായ ലോകമലേശ്വരം കളരിക്കൽ വീട്ടിൽ മനോജ്, വെമ്പല്ലൂർ കൈപ്പോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നീ 6 പ്രതികളെയും വെറുതെ വിട്ടത്. കേസിലെ 2ാം പ്രതി മിഥുൻ സംഭവ സമയത്ത് മൈനറായിരുന്നതിനാൽ തൃശൂർ ജുവൈനൽ ജസ്റ്റിസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോടതി വിധി പറഞ്ഞത്. KU ബിജുവിനെ 2008 ജൂൺ 30-നാണ് ഒരു സംഘം ആക്രമിക്കുന്നത്. ചികിത്സയിലിരിക്കെ ജൂലൈ 2-ന് ബിജു മരിച്ചു. സഹകരണ ബാങ്കിലെ കുറി പിരിക്കാൻ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ RSS BJP പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി അടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു. ചാൻസ് ഫിറ്റ്നസ് എന്നാണ് കോടതി വിലയിരുത്തൽ. തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ലെന്ന മറ്റൊരു വിചിത്രവാദവും കോടതി നടത്തി. വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തു. സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച കോടതി തെളിവുകൾ അപര്യാപ്തമെന്നും നിരീക്ഷിച്ചു. തുടർന്നാണ് തൃശൂർ 4ാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി KV രജനീഷ് വിധി പുറപ്പെടുവിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ഉപഭോക്താക്കൾക്കായി KYFI 5G പദ്ധതിയുമായി കേരള വിഷൻ. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡലും ഇൻസ്റ്റലേഷനും സൗജന്യമാക്കുന്നതാണ് പദ്ധതി. നാളെ മുതൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് കേരള വിഷൻ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഉയർന്ന താരിഫ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന വരിക്കാർക്ക് ഏറെ ആശ്വാസകരമാവുന്നതാണ് KYFI 5G പദ്ധതി. കേരളം ഇരുകൈയും നീട്ടി പദ്ധതി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. ഈ സൗജന്യ നിരക്കിൽ നൽകാൻ ഉപഭോക്താക്കൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5G മോഡത്തിന് വലിയൊരു തുക കേരള വിഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഉയർന്ന പ്ലാനുകൾ, കൂടുതൽ ഉയർന്ന പ്ലാനുകൾ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. 100 Mbps പ്ലാൻ മുതൽ മുകളിലേക്കുള്ള നിലവിലെ വരിക്കാർക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും. കേരള വിഷന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോമും പുതുമകളുടെയുള്ള IPTV സർവീസും ഉടൻ പ്രവർത്തന സജ്ജമാവും. ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കേരള വിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് MD സുരേഷ് കുമാർ PP വ്യക്തമാക്കി. മലയാളികളാണ് നമ്മുടെ കേരള സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരിക. അവർക്കൊക്കെ തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള OTT പ്ലാറ്റ്ഫോം കൂടി മാർച്ചിന് മുമ്പ് തന്നെ നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് പോകണം. ഇന്ത്യൻ ടെലികോം വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കേബിൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 8ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിജിറ്റൽ TV സർവീസിൽ കഴിഞ്ഞ 4 വർഷമായി കേരള വിഷൻ രാജ്യത്തെ ഏറ്റവും വലിയ 6ാമത്തെ സേവനദാതാവായി തുടരുന്നു. ഇന്ത്യയിൽ കേബിൾ TV വരിക്കാരുടെ എണ്ണത്തിൽ 40% കുറവ് വന്നിട്ടും കേരള വിഷൻ വളർച്ച നിരക്ക് നിലനിർത്തുന്നത് മികച്ച സേവന നിലവാരം ഉറപ്പുവരുത്തുന്നത് കൊണ്ടാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. COH സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് K. മുരളീധരൻ MP.
എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP-യുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഉള്ള CPM നീക്കത്തിന്റെ ഭാഗമായാണ് തറവാടകയുടെ പേരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കുന്നത്. കൊച്ചിൻ ദേവസ്വത്തിന് തൃശൂർ പൂരം നടത്തിപ്പിൽ ഒരു റോളുമില്ല. പ്രദർശന നഗരിയുടെ വാടക വാങ്ങുന്ന ജോലി മാത്രമാണുള്ളത്. കോടതിയുടെ പേര് പറഞ്ഞ് പൂരം പ്രദർശനത്തെയും പൂരത്തെയും തകർക്കാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും പിന്നിൽ കളിക്കുന്ന LDF സർക്കാരും കരുതേണ്ട. തറവാടക 39 ലക്ഷത്തിൽ നിന്നും 2.20 കോടി രൂപയാക്കി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് കോടതിയെ പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. അടിയന്തരമായി തറവാടക വർധനവിൽ നിന്നും പിന്മാറാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം. തറവാടകയുടെ പേരിൽ പൂരവും പൂരപ്രദർശനവും മുടക്കാമെന്ന് കരുതേണ്ട. പൂരം മുടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ ആരും അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ട എന്നും മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ മറ്റന്നാളത്തോടെ ഈ സദസ്സൊക്കെ തീരുമ്പോൾ ചില ആളുകൾ ഇറങ്ങി വരും. അടുത്ത തവണ കുപ്പായം തയ്ച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ വരും. അവർ വന്ന് ഇവിടെ ഞങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അങ്ങനെ 10 വോട്ട് കിട്ടാനാണെങ്കിൽ തൃശ്ശൂർ പൂരം വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. രാഷ്ട്രീയം അതിന്റെ വഴിക്ക് വിടുക, പൂരത്തിന് അതിന്റെ വഴിക്ക് വിടുക, വിശ്വാസത്തിന് അതിന്റെ വഴിക്ക് വിടുക. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കോൾ നിലങ്ങളിലെ കാർഷികാവശ്യത്തിനായി ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. വെള്ളിയാഴ്ച രാവിലെ 11-ന് ചിമ്മിനി ഇറിഗേഷൻ വകുപ്പ് അധികൃതരാണ് സ്ലൂയിസ് വാൽവ് തുറന്നത്. 1 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് പ്രതിദിനം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിലൂടെയാണ് വെള്ളം കോൾപ്പാടങ്ങളിൽ എത്തുന്നത്. സ്ലൂയിസ് വാൽവ് തുറന്നതോടെ ചിമ്മിനിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു. സ്ലൂയിസിലൂടെ 0.45 ദശലക്ഷം ഘനമീറ്റർ വെള്ളവും വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം 0.55 ദശലക്ഷം ഘനമീറ്റർ വെള്ളവുമാണ് ഇപ്പോൾ പുഴയിലേക്ക് ഒഴുക്കുന്നത്. കോൾപടവുകളിലെ ആവശ്യം പൂർത്തിയായാൽ വാൽവ് അടയ്ക്കും. 76.7 മീറ്ററാണ് ചിമ്മിനി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി. പരമാവധി ജലനിരപ്പ് 76.4 മീറ്ററുമാണ്. മീഡിയ ടൈം, തൃശൂർ. വേലൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മേലൂർ ജനകീയ വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ്. പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വിഭാഗമായി മാറുകയും ചെയ്യുന്നു എന്ന് ഭാരവാഹികൾ ആരോപിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. അശാസ്ത്രീയമായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നിർത്തിവെച്ചു. 4 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ നിമിത്തം ജനങ്ങൾ വളരെ ദുരന്തം അനുഭവിക്കുകയാണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇപ്പോൾ 37 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഏറെ വൈകിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ഇപ്പോഴും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും മടിച്ചു നിൽക്കുന്നുവെന്നും വികസന സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തിലെ വിവിധ റോഡുകളും തകർന്നു കിടക്കുകയാണ്. ജലസേചനത്തിന് വെള്ളം എത്തിക്കൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ മേലൂർ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ്. പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വിഭാഗമായി മാറുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് മേലൂർ ജനകീയ വികസന സമിതി പ്രക്ഷോഭത്തിന് തീരുമാനിച്ചതെന്നും ചെയർമാൻ അനിൽ വേലായുധൻ, കൺവീനർ KM സുബ്രഹ്മണ്യൻ, ടോണി J നെടുപ്പറമ്പൻ, ബെന്നി റപ്പായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. അങ്കമാലിയിൽ നഗരമധ്യത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം. അങ്കമാലി കറുകുറ്റിയിൽ ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അങ്കമാലി കറുകുറ്റിയിൽ വൻ തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമത്തിലാണ്. ന്യൂ ഇയർ കുറീസ് സ്ഥാപനത്തിൻ്റെ 2ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. കറുകുറ്റി ദേശീയപാതയ്ക്ക് സമീപത്തുള്ള കെട്ടിടത്തിന് തീപിടിച്ചതാണ് ആകെ പരിഭ്രാന്തി പരത്തിയിട്ടുള്ളത്. അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിന് എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് കെട്ടിടത്തിന് തീപിടിച്ചത്. ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണിതെന്നാണ് വിവരം. കെട്ടിടത്തിൻ്റെ മുൻവശത്താണ് തീപിടിച്ചത്.
നിലവിൽ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സമീപമുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. അങ്കമാലി ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തുള്ളത്. മറ്റു സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റുകൾ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കെട്ടിടത്തിന് സമീപം ട്രാൻസ്ഫോർമർ ഉള്ളതിനാൽ മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. മീഡിയ ടൈം, അങ്കമാലി. തിരുവമ്പാടി ഏകാദശമി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്താലാപനം നടന്നു. ബേബി ശ്രീറാം, മുടികൊണ്ടാൻ രമേശ്, രജു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി സംഗീതജ്ഞർ ഒരുമിച്ച് ആലപിക്കുന്ന ഒരു സംഗീത ആരാധനയാണ് പഞ്ചരത്ന കീർത്തന ആലാപനം. നാളെയാണ് ഏകാദശമി. ത്യാഗരാജസ്വാമികളുടെ ഭക്തിപ്രധാനമായ 5 ഗണരാഗത്തിലുള്ള കീർത്തനങ്ങൾ ചേർന്നതാണ് പഞ്ചരത്ന കീർത്തനങ്ങൾ. നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക, ഗൗളരാഗത്തിലുള്ള ദുഗുഡുഗല, ആരംഭി രാഗത്തിലുള്ള സാദിൻ ചെന്നൈ, വരാളി രാഗത്തിലുള്ള കനകന രുചിര, ശ്രീരാഗത്തിലുള്ള എന്തരു മഹാനുഭാവുലു എന്നിവയാണ് പഞ്ചരത്ന കൃതികൾ. ഇവ ആലപിക്കുന്നതിനു മുന്നേ സൗരാഷ്ട്രം രാഗത്തിൽ ശ്രീ ഗണപതിനി എന്ന ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്താലാപനം തുടങ്ങുക. എന്തരോ മഹാനുഭാവുലു എന്ന കീർത്തനം എല്ലാ യുഗത്തിലെയും മഹത് വ്യക്തികൾക്കും സംഗീതജ്ഞർക്കുമുള്ള സ്തുതിയാണ്. സാദിൻ ചെന്നൈ എന്ന കീർത്തനം ഭഗവാൻ കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനയാണ്. മറ്റു 3 കൃതികളും ത്യാഗരാജസ്വാമികളുടെ ഇഷ്ടദൈവമായ ഭഗവാൻ ശ്രീരാമനെ പറ്റിയുള്ള വർണ്ണനകളാണ്. ഇതിൽ നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക എന്ന കീർത്തനം മാത്രം സംസ്കൃതത്തിലാണ് രചിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തെലുങ്ക് ഭാഷയിലുമാണ് രചിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തിരുവയ്യാറിലെ ത്യാഗരാജ ആരാധനയാണ് പഞ്ചൻ എന്ന കീർത്തനാലാപത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ വേദി. നിരവധി സംഗീതജ്ഞർ ഒരുമിച്ച് ആലപിക്കുന്ന ഒരു സംഗീത ആരാധനയാണ് പഞ്ചൻ എന്ന കീർത്തനാലാപനം. നാളെയാണ് ഏകാദശി. മീഡിയ ടൈം, തൃശ്ശൂർ. ഇനി നാട്ടിൽ നടന്നത്. യൂത്ത് കോൺഗ്രസ് KSU സംസ്ഥാന കമ്മിറ്റികൾ നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജെനീഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നമ്മൾ കണ്ടു സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുമ്പ് നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കണ്ടു. എന്താണ് കണ്ടത്? ഇന്നേ വരെ കേരളം ഇതേവരെ കാണാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ദൃശ്യമാധ്യമത്തിലും അത് നേരിക്കണ്ട പത്രപ്രതിനിധികളും കുറിച്ചിട്ടുണ്ട്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? പോലീസ് ജനാധിപത്യ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ പ്രകോപനങ്ങളില്ലാതെ സമരം നടത്തുന്ന പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷാഫ് കുര്യപ്പിള്ളി, അരുൺ രാജ്, AA മുസാമിൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 22-ന് KSRTE മാള യൂണിറ്റ് പെൻഷൻ സംരക്ഷണ ദിനമായി ആചരിച്ചു. CATU മാള ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൗൺസിൽ അംഗം EG ബിജു അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി KR പ്രമോദ്, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി അംഗം CK തിലകൻ, പ്രമോദ് രാധാകൃഷ്ണൻ, PA രവി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി. ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷന് സമീപം ബൈപ്പാസ് റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയത്. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ പൈപ്പ് തകർന്നത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളമൊഴുകി നിറഞ്ഞ അവസ്ഥയായി. പിന്നീട് വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി ചോർച്ചയടച്ചു. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കോവിഡ് ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 2606 ആണ് ആക്റ്റീവ് കേസുകൾ. രാജ്യത്താകെ 24 മണിക്കൂറിനിടെ 328 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2997 ആണ് രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ. പൊയ്യ വടക്കേ പൂപ്പത്തി ALP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PT അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അഴീക്കോട് IMUP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റും ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ട്രീ, വിവിധ കലാപരിപാടികൾ, ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം എന്നിവ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ചു. നഴ്സറി വിഭാഗം PTA പ്രസിഡന്റ് KK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ ചെന്താമരാക്ഷൻ, KG മുരളീധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, കൗൺസിലർ BM ജോണി, CH രാജേന്ദ്ര പ്രസാദ്, KK ശശിധരൻ, മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. കൊടകര പ്രസ് ക്ലബിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് TG അജോ, സെക്രട്ടറി KV ഹരീന്ദ്രൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലോനപ്പൻ കടമ്പോട്, ജോയിന്റ് സെക്രട്ടറി ഡിനോ കൈനാടത്ത്, ട്രഷറർ ഷോജൻ D വിജയത്തിൽ, കൊടകര ഉണ്ണി, KV സുരേഷ്, IR രാജൻ, PK നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് മാള പ്രസ് ക്ലബ് സ്വീകരണം നൽകി. ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിൽ ബിന്ദു ബാബു, ലിൻഡി ഷാൻഡോ, EP രാജീവ്, ലിജോ പയ്യപ്പിള്ളി, CR പുരുഷോത്തമൻ, PKM അഷ്റഫ്, PV യശ്പാൽ എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായൺ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക MK ഡൈനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാപ്പാവേഷത്തിലെത്തിയ കുരുന്നുകൾ ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ചാലക്കുടിയിൽ DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത DYFI നേതാവ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. DYFI നേതാവായിരുന്ന KU ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു. ചാൻസ് വിറ്റ്നസ് എന്ന് കോടതി വിലയിരുത്തൽ. തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് K മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്ന് മുരളീധരൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.